ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വിശ്വസിക്കത്തക്ക ഒരു സംഗതിയല്ലെന്നും കോടതിയിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരാക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ വക്കീൽ അറിവില്ലായ്മയുടെ മേൽ ദൈവക്രോധം നിവേദിക്കപ്പെടുകയില്ല, മുന്നറിയിപ്പ് കൂടാതെ ദൈവക്രോധം ചൊരിയപ്പെടുകയില്ല. കർത്താവിന് സ്തോത്രം. GNN TV-യിലൂടെ വിശുദ്ധ തിരുവെഴുത്തിലെ റോമാലേഖന പഠന ക്ലാസ്സുകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ലഭിക്കുന്ന സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഈ വചന പഠന പരമ്പരയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ദൈവവചനം കൂടുതൽ പഠിക്കുവാനും കൂടുതൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും പ്രായോഗിക ജീവിതത്തിൽ ദൈവവചന പഠനത്തിലൂടെ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ സമീപനങ്ങളെയും ഒക്കെ കൂടുതൽ കരുതലോടെ ശ്രദ്ധയോടെ നയിക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് 17-ാമത്തെ വാക്യം പറയുന്നത്. ആ 17-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിന് 3 അടിസ്ഥാന ഘടകങ്ങളുണ്ടെന്നും അതിലൊന്നാമത്തേത് അറിവും, രണ്ടാമത്തേത് സ്വീകരണവും, മൂന്നാമത്തേത് ആശ്രയവുമാണ് എന്നാണ്. വിശുദ്ധ വചനം നമ്മോട് പറയുന്നത് കേൾക്കുന്നതിലൂടെയാണ് നാം ഓരോ കാര്യങ്ങളും വിശ്വസിക്കുന്നത്. കേട്ട് മനസ്സിലാക്കുന്നതിലൂടെ, കേൾവിയിലൂടെ വിശ്വാസമുണ്ടാകുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. പ്രായോഗിക ജീവിതത്തിൽ നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വാസ്യത ആയിട്ട് തോന്നുന്നില്ല. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ര വിശ്വസനീയമായി തോന്നുകയില്ല. മാധ്യമങ്ങളിലൊക്കെ പല കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നല്ലോ. എന്നാൽ യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ യാഥാർത്ഥ്യമല്ലാത്ത പല കാര്യങ്ങളെയും മാധ്യമങ്ങളിലൂടെ പൊതുലോകത്തെ അറിയിക്കുന്നതായും അത് കണ്ട അനേകർ തെറ്റിദ്ധരിക്കപ്പെടുന്നതായും നമ്മൾ കാണുന്നുണ്ട്. TV ചാനലുകളിലൊക്കെ കാണുന്ന പ്രോഗ്രാമുകൾ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ അടുക്കലെത്തുന്ന പല സംഭവങ്ങളും വസ്തുതകളും അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നത് പ്രത്യക്ഷത്തിൽ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും യാഥാർത്ഥ്യമല്ല എന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വിശ്വസിക്കത്തക്ക ഒരു സംഗതിയല്ലെന്നും യേശുക്രിസ്തു എന്ന ഒരു വ്യക്തിയുടെ മരണത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ പ്രായശ്ചിത്ത മരണമാണ് യേശു വരിച്ചത്, ആ മരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ അത് എൻ്റെ പാപത്തിന് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത് എന്നും ചോദിക്കുന്ന, ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കത് കൂടുതൽ വിശദമായിട്ട് പഠിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. ഒന്നാമത്തേത് അറിവാണ്. കേൾക്കുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ, അത് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വിശ്വാസ്യത ഉളവാക്കുന്നതല്ല എന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്.
യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ യാഥാർത്ഥ്യം എന്നോണം അവതരിപ്പിക്കുന്നതിൽ ഇന്ന് പലരും വിജയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തമസ്കരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത അത് ദൈവത്തിൻ്റെ വചനമാണ് എന്നതും ഒരിക്കലും ഫോഷ്കില്ലാത്ത, ഒരിക്കൽ പോലും തെറ്റ് സംഭവിക്കാത്ത ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള ഏറ്റവും ലളിതവും ഏറ്റവും സത്യവുമായ സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന രക്ഷയെന്നും ആമുഖമായി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മുടെ ധ്യാന വിഷയം. ഇത് വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരാളായ ഹബക്കൂക്ക് എന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം കാണാൻ കഴിയുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് നാം അവിടെ വായിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ 3 പുതിയ നിയമ ഭാഗങ്ങളിൽ ഈ വാക്യം ആവർത്തിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ്. രണ്ടാമതായി ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും, മൂന്നാമത് എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിക്കണം എങ്കിൽ ജനിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിയായ ജീവൻ, ഒരു ക്രിയാത്മകമായ ജീവൻ എന്നുള്ളത് അത് ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും. നാം സസ്യലോകത്തേക്കോ ജന്തുലോകത്തേക്കോ ഒക്കെ കണ്ണോടിച്ചാൽ ഈ പറയപ്പെട്ട വസ്തുതകൾ നമുക്ക് കാണാൻ കഴിയും. ജീവിക്കണമെങ്കിൽ ഒന്നാമതായിട്ടൊരു ജനനം ഉണ്ടാകണം. 2, അത് ഒരു വളർച്ചയായും, 3, ഫലകരമായ ഒരു അനുഭവമായും മാറുമ്പോഴാണ് ആ ജീവിതം സാർത്ഥകമാകുന്നത്, അഥവാ അർത്ഥപൂർണമാകുന്നത്. നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിലൂടെ പാപക്ഷമ തന്ന് വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നാം ഓരോരുത്തരും ഇവിടെ പറയപ്പെട്ടതുപോലെ വളരണമെന്നും നാം ഫലം പുറപ്പെടുവിക്കണമെന്നും എന്നുള്ളത്. യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവനെ ദൈവം സ്വീകരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ നീതിക്ക് അവകാശിയായി തീരുന്നു. അവൻ വിശ്വാസത്താൽ അബ്രഹാമിനെ പോലെ നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കോടതി ഭാഷയാണ്. അതായത് കോടതിയിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരാക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ വക്കീൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ, അഥവാ ഇരു ഭാഗത്തു നിന്നുള്ള അഡ്വക്കറ്റുമാർ അഥവാ വക്കീലന്മാർ തമ്മിലുള്ള വാദത്തിൽ ആരാണോ തങ്ങളുടെ കക്ഷിയെ നീതീകരിക്കുന്നതിൽ വിജയിക്കുന്നത് അവരാണ് ആ കേസിൽ വിജയിക്കുക. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തിരിക്കുന്ന തെറ്റിനെ, ആ തെറ്റ് എൻ്റെ കക്ഷി ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് കോടതിയിൽ ചെയ്യുന്നത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയല്ല, ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കെല്ലാം പകരം എനിക്ക് വേണ്ടിയുള്ള ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു. എന്നാൽ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന സകല മനുഷ്യരുടെയും സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. 17-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച്, ദൈവം അവരെ നീതീകരിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ, വിശ്വസിക്കാത്തവർക്കുണ്ടാകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച്, അഥവാ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കോപം സംബന്ധിച്ച് 3 പ്രത്യേക ചിന്തകൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാമത്തേത്, അറിവില്ലായ്മയുടെ മേൽ ദൈവക്രോധം നിവേദിക്കപ്പെടുകയില്ല. സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുവിശേഷം എല്ലാ മനുഷ്യരും അറിയണമെന്നുള്ളതാണ്. അതിനായി സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. മത്തായി സുവിശേഷം അവസാന അധ്യായമായ 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിയത് എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. വ്യത്യസ്ത വിഭാഗത്തിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലായി അധിവസിക്കുന്ന മുഴുവൻ ആളുകളും സുവിശേഷം കേൾക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവരെ സുവിശേഷം കേൾപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. അങ്ങനെ സുവിശേഷം കേൾക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകുന്നു. എന്നാൽ ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. നമുക്കറിയാം, ബുദ്ധിപരമായി വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് തീരുമാനമെടുക്കാനും തക്ക ബുദ്ധിവികാസമില്ലാത്ത ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെ ജനിച്ചവരാണ്. അതിനവരോ അവരുടെ മാതാപിതാക്കളോ ആരും തെറ്റുകാരല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അറിവില്ലായ്മ ഒരിക്കലും ദൈവ കോപം അവരുടെ മേൽ പതിയാൻ അനുവദിക്കാതെ അവരുടെ അറിവില്ലായ്മയുടെ ആനുകൂല്യം ദൈവം അവർക്ക് നൽകുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അറിവില്ലായ്മയുടെ മേൽ ഒരിക്കലും ദൈവത്തിൻ്റെ ക്രോധം നിവേദിക്കപ്പെടുകയില്ല. രണ്ടാമതായി, എവിടെ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ അവിടെ ന്യായവിധി ഉണ്ടാവുകയില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരാളാണ് യോന. യോനയെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തോട് യഹോവയായ ദൈവം നിനവയിലേക്ക് ചെന്ന് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അഥവാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിനുള്ളിൽ ആ പട്ടണത്തെ നിർമൂലമാക്കാൻ ദൈവം നിശ്ചയിച്ചു. എന്നാൽ നിർമൂലമാക്കുന്നതിന് മുമ്പ് ആ പട്ടണത്തോട് മാനസാന്തരത്തിനുള്ള സന്ദേശം അറിയിക്കുക എന്നത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം യോനയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിനവയിലേക്ക് പോകണം. നിനവയിലേക്ക് പോകാൻ നിയോഗം ലഭിച്ച, കൽപ്പന ലഭിച്ച യോന നിനവയിലേക്ക് പോകാതെ തർസീസിലേക്ക് പോയി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. തർസീസിലേക്ക് പോയ യാത്രാമധ്യേ വലിയ കടൽക്ഷോഭത്തിൽ അദ്ദേഹം അകപ്പെടുകയും ആ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗമെന്നോണം
ആ കപ്പലിലെ യാത്രക്കാരെല്ലാവരും ഉണർന്ന് അവരവരുടെ ദേവന്മാരോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങിയിരുന്ന യോന ഇതൊന്നും അറിഞ്ഞില്ല. എന്നാൽ കപ്പൽക്കാർ യോനയെ കണ്ടെത്തി യോനയോട് ചോദിച്ചു, നീ ആരാണ്, എവിടുത്തുകാരനാണ്? അദ്ദേഹം കൊടുത്ത മറുപടി, ഞാനൊരു എബ്രായനാണ്, കടലും കരയും ഉണ്ടാക്കിയ യഹോവയായ ദൈവത്തെയാണ് ഞാൻ ഭജിച്ചു വരുന്നത്, ഞാൻ ആരാധിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നതായി നമുക്കവിടെ കാണാം. എന്നാൽ ഈ കഠിനമായ ക്ഷോഭത്തിൽ നിന്ന്, കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ തെറ്റ് സമ്മതിച്ച് അവരോട് പറയുന്നുണ്ട്, എന്നെ ഈ കടലിലേക്ക് എറിഞ്ഞു കളയുക, ഞാൻ നിമിത്തമാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ കോൾ തട്ടിയിരിക്കുന്നത് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കടൽക്ഷോഭം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണക്കാരൻ ഞാനാണ് എന്ന് യോന സമ്മതിക്കുന്നു. യോനയെ കടലിലേക്ക് എടുത്തിടുന്നു. അദ്ദേഹത്തെ ഒരു മഹാമത്സ്യം വിഴുങ്ങുന്നു. അതിനുശേഷം മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ നിനവയുടെ തീരത്ത് ആ മത്സ്യം ഛർദ്ദിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ചെന്ന് യോന ആ നഗരത്തോട് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആ ദേശം മുഴുവനായി നശിച്ചു പോകുമെന്നുള്ള യോനയുടെ പ്രസംഗം കേട്ട് ആ നഗരത്തിലെ 1,20,000 ചില്ലുവാനം ആളുകൾ ആ പ്രസംഗത്തിന്റെ ഫലമായി അവർ മാനസാന്തരപ്പെട്ടു. അവർ രട്ടെടുത്തു, അവർ വെണ്ണീറിലിരുന്നു, അവരെ അനുദപിച്ചു. അങ്ങനെ അനുദപിച്ച് ദൈവമുമ്പാകെ അവരെ തന്നെ താഴ്ത്തുവാൻ അവർ മനസ്സ് വെച്ചതുകൊണ്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം അവർക്ക് വരുത്തുമെന്ന് നിശ്ചയിച്ചിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു എന്നാണ്. അഥവാ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് ഒഴിവ് ലഭിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായ ഭാഷയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പാപം എത്ര കഠിനമായിരുന്നാലും, നാം എത്ര മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരായിരുന്നാലും, അനുദപിക്കാൻ തയ്യാറായാൽ, മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, നമ്മുടെ തെറ്റുകളോട് വിട പറയാൻ നമ്മൾ തയ്യാറായാൽ, നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവ് ലഭിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ സന്ദേശമാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് പാപം ചെയ്ത ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന വസ്തുതകളൊക്കെ വചനത്തിലുണ്ട്. പാപിനിയായൊരു സ്ത്രീയെ ആളുകൾ കൂട്ടം ചേർന്ന് പിടിച്ചുകൊണ്ട് വന്ന് യേശുവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ് മോശ നൽകിയ ന്യായപ്രമാണം എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ കല്ലെറിയുവാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നുവെന്നാണ് വചനത്തിൽ കാണുന്നത്. എന്താണ് യേശു എഴുതിക്കൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആളുകളുടെ ഇടയിലുണ്ട്. പിടിച്ചുകൊണ്ടുവന്ന വ്യക്തികളുടെ പാപങ്ങളാണ് യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നത് എന്ന് ചിന്തിക്കുന്ന പറയുന്ന ആളുകളുണ്ട്. എന്താണ് യേശു അവിടെ എഴുതിക്കൊണ്ടിരുന്നത് എന്ന് ബൈബിളിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും യേശു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ശേഷം നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ആരെയും കർത്താവ് നോക്കുകയോ ആരുടെയും മുഖത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കുകയോ അവരുടെ കുറ്റം ഓർമ്മപ്പെടുത്തുന്നത് പോലെ അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ള കർത്താവ് നോക്കുകയൊന്നും ചെയ്തില്ല. എന്നാൽ അവരോരോരുത്തരും അവരവരുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി മടങ്ങിപ്പോയെന്നും ഏറ്റവും ഒടുവിൽ കർത്താവും ആ സ്ത്രീയും മാത്രം ശേഷിക്കുമ്പോൾ യേശു ചോദിച്ചു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത് എന്നാണ്. അഥവാ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ, മാനസാന്തരം ഉണ്ടാകുന്നതിലൂടെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുന്നു എന്നുള്ള മഹത്തരമായ സന്ദേശം സുവിശേഷത്തിന്റെ ഏറ്റവും ആശ്വാസദായകമായ വസ്തുതയാണ്. മൂന്നാമതായി, എവിടെയും ഒരു മുന്നറിയിപ്പ് ന്യായവിധിക്ക് മുമ്പായിട്ട് ദൈവം നൽകുന്നു.
മുന്നറിയിപ്പ് കൂടാതെ ദൈവക്രോധം ചൊരിയപ്പെടുകയില്ല. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ച അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരായ 3 പേർ വന്നതായും അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ആതിഥ്യം സ്വീകരിച്ചതിന് ശേഷം അവരിൽ 2 പേർ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് പാർത്തിരുന്ന സോദോമിലേക്ക് പോയതായും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സോദോമിലേക്ക് പോയ ആളുകൾ സോദോം പട്ടണത്തിന് ആ പട്ടണത്തിൻ്റെ പാപനിമിത്തം യഹോവയായ ദൈവം വരുത്തുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുവാനാണ് പോയത്. അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്തതായി ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ, ഇല്ല, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം പറഞ്ഞു. 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ദൈവം പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് വീണ്ടും ക്ഷമാപണത്തോടെ ഞാൻ വീണ്ടും സംസാരിച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ച് വീണ്ടും അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. സോദോമിലെത്തിയ ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിനോട് ആ പട്ടണത്തിന് വരാൻ പോകുന്ന നാശകരമായ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം ആ പട്ടണം വിട്ട് ഓടിപ്പോവുക എന്നുള്ളതാണ് എന്ന് ദൂതന്മാർ ലോത്തിനെ അറിയിച്ചു. ഓടിപ്പോകാനുള്ള വൈമനസ്യം അവർക്കുണ്ടായിരുന്നു. വേദപുസ്തകം ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ കൈക്ക് പിടിച്ച് അവരെ നഗരത്തിന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ ആക്കിയെന്നും, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത് എന്ന് ദൈവകൽപ്പന അവർക്ക് ലഭിച്ചതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുന്നറിയിപ്പ് കൂടാതെ ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്നില്ല. എവിടെ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നുണ്ടോ, എവിടെ ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്നുണ്ടോ, അതിന് മുൻപായി ദൈവം ആ വസ്തുത മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. വിശ്വാസത്താൽ ദൈവനീതി മനുഷ്യൻ സ്വീകരിക്കാതിരിക്കുന്നതാണ് ദൈവകോപത്തിൻ്റെ വെളിപ്പാട് ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് പാപിയെ സ്നേഹിക്കുന്ന ദൈവം പാപത്തെ വെറുക്കുന്നു, ദൈവം അതിന് ശിക്ഷ വിധിക്കുന്നു. ദൈവകോപത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ 12 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാനോക്ക്, നോഹ, മോശ, യെശയ്യാവ്, യോഹന്നാൻ സ്നാപകൻ, അപ്പോസ്തലന്മാർ, പിന്നീട് സഭാപിതാക്കന്മാരായ ദൈവഭൃത്യന്മാർ എന്നിവരെല്ലാം കർത്താവിനെ സ്വീകരിക്കാത്തവരുടെ മേൽ വരുന്ന ദൈവകോപത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ തുടർച്ചയായി കേൾക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് കൈക്കൊണ്ട് ദൈവമക്കളായി തീരുവാനും വരുവാനുള്ള ദൈവകോപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനധ്യാനം അതിനായി നമ്മെ ഏവരെയും ഒരുക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവരെയും ദൈവം സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.